ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു വെരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആശിഷ്. സോ ഇന്ന് നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ പാർട്ട് 2 മൂവ് ചെയ്യാണ്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോന്നു. അതിനകത്ത് നമ്മൾ ആ ഇൻട്രോ ഒന്ന് പറഞ്ഞിരുന്നുണ്ട്. എന്നുവെച്ചാൽ ബ്ലഡ് റിലേഷൻ്റെ ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞു. പിന്നെ ഈ ഫോട്ടോൻ്റെ റെസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ്, പോയിൻറ്റിങ് ടു എ ഫോട്ടോ അല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സിമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, നമുക്കറിയാം. ഇപ്പോൾ അത് കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ സെറ്റാണ്, സിമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ എപ്പോഴും അറിയാമല്ലോ, ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ എന്താ, A+B എന്താ പറഞ്ഞിരിക്കുന്നത്, B ഈസ് ദ സിസ്റ്റർ ഓഫ് A എന്ന് പറഞ്ഞത് കേട്ടോ. A-B എന്താ പറയുന്നത്, A ഈസ് ദ ഫാദർ ഓഫ് B ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ. A ഇൻറ്റു B ആണെങ്കിലോ B ഈസ് ദ സൺ ഓഫ് A ഡിവൈഡഡ് ബൈ B വന്നാൽ എന്താ, B ഈസ് ദ ഹസ്ബൻഡ് ഓഫ് A കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഓർഡർ ശ്രദ്ധിച്ചാൽ ആകെ A-Bയിൽ മാത്രമേ കറക്റ്റ് ഓർഡർ വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിലും അവർ നേരെ റിവേഴ്സിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു എക്സ്പ്രഷൻ അവർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ E ഡിവൈഡഡ് ബൈ F -H പ്ലസ് J ഇൻറ്റു G പ്ലസ് D. ഓക്കെ, അപ്പോൾ ചോദിച്ചേക്കുന്ന ഇത്രേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്ത ഹൗ ഇസ് D റിലേറ്റഡ് ടു H എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ എക്സ്പ്രഷൻ ഒന്ന് കണക്ട് ചെയ്യുക ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കിയാൽ E ഡിവൈഡഡ് ബൈ F. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുന്ന നോക്കി, E ഡിവൈഡഡ് ബൈ F എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്, B ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എ. ഈ എക്സ്പ്രഷന്റെ റെസ്പെക്ട് എങ്ങനെ കൊടുക്കും, F ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ആരാണ്, E. ഓക്കെ, അപ്പോൾ F ഹസ്ബൻഡ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി E ആരായിരിക്കണം, ഈ വൈഫ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കണക്ട്. ഓക്കെ, അടുത്ത നോക്കിയേ F -H, അതെന്താ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അത് നേരെ തന്നെ അല്ലേ, ദാറ്റ് ഈസ് F ഈസ് ദ ഫാദർ ഓഫ് H ആയിരിക്കും കേട്ടോ. അപ്പോൾ F ഈസ് ദ ഫാദർ ഓഫ് H. F ഫാദർ ആണെങ്കിൽ H താഴെ വരും അല്ലേ. ഓക്കെ, അടുത്ത നോക്കിയാൽ H പ്ലസ് J എന്താ ഉദ്ദേശിക്കുന്നത്, പ്ലസ് ഇവിടെ ഉണ്ട് ആദ്യം അല്ലേ. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്, B ഈസ് ദ സിസ്റ്റർ ഓഫ് എ. ഈ റെസ്പെക്ട് പറഞ്ഞ എന്താ, J ഈസ് ദ സിസ്റ്റർ ഓഫ് H കേട്ടോ. അപ്പോൾ ജെയുടെ ജെൻഡർ മനസ്സിലായി, J Hന്റെ ആരാ, സിസ്റ്റർ ആണ്. ഓക്കെ, അടുത്തത് നോക്കാം, J ഇൻറ്റു G എന്താ ഉദ്ദേശിക്കുന്നത്, J ഇൻറ്റു G നോക്കി ലാസ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. A ഇൻറ്റു B എന്താ, B ഈസ് ദ സൺ ഓഫ് എ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ഇവിടെ നമ്മൾ J ഇൻറ്റു G അല്ലെ, J ഇൻറ്റു G എന്ന് പറയുമ്പോൾ എന്താ, G ഈസ് ദ സൺ ഓഫ് J എന്ന് വരും അല്ലേ. അപ്പൊ G ആരാണ്, G ആരാണ്, ജെയുടെ സൺ ആണ് കേട്ടോ. അപ്പൊ സൺ ആകുമ്പോൾ ഒബ്വിയസ്ലി താഴത്തെ ജനറേഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അടുത്തത് നോക്കിയേ G പ്ലസ് D. അപ്പൊ G പ്ലസ് D എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ, പ്ലസ് ഇവിടെ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് D ഈസ് ദ സിസ്റ്റർ ഓഫ് G. ഓക്കെ, അപ്പൊ D ആരാണ്, ജിയുടെ സിസ്റ്റർ കേട്ടോ. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മളൊന്ന് ഫാമിലി ട്രീ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാറ്റിലായിരിക്കും വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഇസ് D റിലേറ്റഡ് ടു H. D Hന്റെ ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ D Hന്റെ ആരായിരിക്കും നോക്കി, D Hന്റെ ആരായിരിക്കണം, അപ്പോൾ ഡിയുടെ ഇവർ സിബ്ലിങ്സ് ആണല്ലോ. അപ്പോൾ ഡിയുടെ മദറിന്റെ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്ററോ ആണ് H അല്ലേ. അപ്പോൾ D Hന്റെ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് നേരെ പറയാം, D ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ D Hന്റെ ആരായിരിക്കണം, നീസ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ C ആയിരിക്കും വരുന്നത്, നീസ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നേരെ എക്സ്പ്രഷനിലോട്ട് പോകാം, എന്നിട്ട് ആ ഇൻസ്ട്രക്ഷനുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് എക്സ്പ്രഷൻ നോക്കാം. എന്താ എക്സ്പ്രഷൻ ഇവിടെ, P പ്ലസ് ആർ ഇൻറ്റു ടി മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് യു. ഓക്കെ, അപ്പോൾ ഓർഡറിൽ അങ്ങ് എടുത്തോ. P പ്ലസ് ആർ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ, P പ്ലസ് ആർ അവിടെ നേരെ തിരിച്ചാ കേട്ടോ, ദാറ്റ് ഈസ് R ഇസ് ദ ബ്രദർ ഓഫ് P. ഓക്കെ, അപ്പോൾ R ആരാണ്, R ഇസ് ദ ബ്രദർ ഓഫ് P ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത എക്സ്പ്രഷൻ എടുക്കാം, R ഇൻറ്റു ടി എന്താ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് R ഇസ് ദ ഫാദർ ഓഫ് T. ഓക്കെ, അപ്പോൾ R ടിയുടെ ഫാദർ ആണ്. ഓക്കെ, അപ്പോൾ T എന്തായാലും താഴെ വരണം. ഓക്കെ, അടുത്ത നോക്കിയാൽ T മൈനസ് ക്യൂ എന്താ ഉദ്ദേശിക്കുന്നത്, T മൈനസ് ക്യൂ നോക്കിയാൽ T ഈസ് ദ മദർ ഓഫ് ക്യൂ. ഓക്കെ, അപ്പോൾ T ആരാണ്, ക്യൂവിൻ്റെ മദർ ആണ് കേട്ടോ. അപ്പോൾ T ക്യൂവിൻ്റെ മദർ ആണ്. ഓക്കെ, അപ്പോൾ ടിയുടെ ജെൻഡർ മനസ്സിലായി, T ഈസ് ദ മദർ ഓഫ് ക്യൂ. ഓക്കെ,
അടുത്ത നോക്കാം, ക്യൂ ഡിവൈഡ് ബൈ എസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിവൈഡ് ബൈ എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത് ഇവിടെ? ദാറ്റ് ഈസ് ക്യൂ ഇസ് ദ സൺ ഓഫ് എസ്. അപ്പോൾ ക്യൂ എസിന്റെ സൺ ആണ്. അപ്പോൾ ക്യൂവിന്റെ ജെൻഡർ മനസ്സിലായി. ക്യൂ എസിന്റെ സൺ ആവണമെങ്കിൽ ടിയും എസും ആരായിരിക്കണം? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം. അപ്പോൾ എസിന്റെ ജെൻഡർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തത് എസ് പ്ലസ് യു. എസ് പ്ലസ് യു എന്താ ഉദ്ദേശിക്കുന്നത് നോക്കി? പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ? നേരെ തിരിച്ചെടുക്കണം. യു ഇസ് ദ ബ്രദർ ഓഫ് എസ്. അപ്പോൾ യു ആരാണ്? യു എസിന്റെ ബ്രദർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ഒന്ന് കണക്ട് ചെയ്തു. ഇനി നോക്കി ക്വസ്റ്റ്യൻ ഈസിയാണ്. ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു ആർ? അപ്പോൾ എസ് ആറിന്റെ ആരാന്ന് നോക്കി എങ്ങനെയാ കണക്ഷൻ വരുന്നത്? അപ്പോൾ എസിന്റെ വൈഫിന്റെ ഫാദർ ആണ് ആർ അല്ലേ. അപ്പോൾ നമ്മൾ എസ് ടു ആർ എന്ത് പറയും? റിലേഷൻ എന്ത് പറയും? എന്താണ് റിലേഷൻ? എസ് ആറിന്റെ ആരായിരിക്കണം? സൺ ഇൻ ലോ ആയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ സൺ ഇൻ ലോ ഉണ്ട്. സോ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, സൺ ഇൻ ലോ കേട്ടോ. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നമ്മൾ ആ എക്സ്പ്രഷൻ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഫോർമാറ്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്ട്രക്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമുക്ക് നോക്കാം. നോക്കി ഹൗ ഇസ് എ റിലേറ്റഡ് ടു എസ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എ എസിന്റെ ആരാന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ കേസ് പോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കി ഇവിടെ ആദ്യം എന്താ പറഞ്ഞേക്കുന്നത് നോക്കി? ഫസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ എസ് എറ്റ് ദ റേറ്റ് എൻ കേട്ടോ. അപ്പോൾ എസ് എറ്റ് ദ റേറ്റ് എൻ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കി? എന്താണ്? എസ് ഇസ് ദ വൈഫ് ഓഫ് എൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ എസ് ഇസ് ദ വൈഫ് ഓഫ് എൻ. അപ്പോൾ എൻ ആരാന്ന് മനസ്സിലായല്ലോ? ഹസ്ബൻഡ് ആണ് അല്ലേ. ഓക്കെ, അടുത്ത കേസിലോട്ട് പോവാം. എൻ ആൻഡ് എം എന്താ ഉദ്ദേശിക്കുന്നത്? എൻ ആൻഡ് എം എന്താണ്? എൻ ഇസ് ദ ബ്രദർ ഓഫ് എം. ഓക്കെ, അപ്പോൾ എൻ ഇസ് ദ ബ്രദർ ഓഫ്, അത് ഈസിയാണ്. അടുത്ത നോക്കിയേ, എം ഹാഷ് പി എന്താ ഉദ്ദേശിക്കുന്നത്? എം ഇസ് ദ ഡോട്ടർ ഓഫ് പി. എം ഡോട്ടർ ആണ് ആരുടെ? പിയുടെ. ഓക്കെ, അപ്പോൾ അതും കിട്ടി അല്ലേ. അടുത്ത നോക്കിയേ, ലാസ്റ്റ് പി അറ്റ് ദ റേറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? പി ഇസ് ദ വൈഫ് ഓഫ് എ. സോ പി ആരാണ്? എയുടെ വൈഫാണ്. പി ആരായിരിക്കണം? ഹസ്ബൻഡ് ആയിരിക്കണം അല്ലേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഇസ് എ റിലേറ്റഡ് ടു എസ്? എ എസിന്റെ ആരാന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ എ എസിന്റെ ആരായിരിക്കും നോക്കിയേ? എ എസിന്റെ ആരായിരിക്കും നോക്കിയേ? നമ്മൾ നോക്കിയ എയുടെ അല്ലേ. ദാറ്റ് മീൻസ് ഇവര് എൻ ആരാണ്? എയുടെ സൺ ആണ് അല്ലേ. അപ്പൊ സണ്ണിന്റെ വൈഫാണ് എസ്. ഓക്കെ, അപ്പോൾ എ എസിന്റെ ആരാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഫാദർ ഇൻ ലോ എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ നോക്കി ഡി ഓപ്ഷൻ ഉണ്ട്, ഫാദർ ഇൻ ലോ കേട്ടോ. ആൻസർ കറക്റ്റ് ആണ്. ഫാദർ ഇൻ ലോ ആയിരിക്കും ഇവിടുത്തെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താലോ? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയും നമുക്കൊന്ന് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കി. ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ നിന്ന് എം എന്നിന്റെ ആരാന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്രഷൻ കണക്ട് ചെയ്യാം. നോക്കി എം അറ്റ് ദ റേറ്റ് ആർ എന്താ ഉദ്ദേശിക്കുന്നത്? എം ഇസ് ദ സൺ ഓഫ് ആർ അല്ലേ. എം സൺ ആണ് ആരുടെ? ആറിന്റെ കേട്ടോ. ആർ മൂളി വരും അല്ലേ. ഓക്കെ, അടുത്ത എക്സ്പ്രഷൻ നോക്കിയേ, ആർ പെർസെൻറ്റേജ് കെ എന്താ ഉദ്ദേശിക്കുന്നത്? ആർ ഇസ് ദ വൈഫ് ഓഫ് കെ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആറ് വൈഫാണ് ആരുടെ? കെയുടെ. അപ്പോൾ കെയുടെ ജെൻഡർ മനസ്സിലായല്ലോ, എന്താണ്? മെയിൽ കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കിയേ, കെ ഹാഷ് ജി എന്താ ഉദ്ദേശിക്കുന്നത്? ഹാഷ് എവിടെയായിരുന്നു? ഇവിടെ. കെ ഇസ് ദ ബ്രദർ ഓഫ് ജി. സോ കെ ജിയുടെ ആരാ? ബ്രദർ കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. ജി അറ്റ് ദ റേറ്റ് എൻ എന്താ ഉദ്ദേശിക്കുന്നത്? ജി അറ്റ് ദ റേറ്റ് എൻ എന്താ ഉദ്ദേശിക്കുന്നത്? ജി ഇസ് ദ സൺ ഓഫ് എൻ അല്ലേ. അപ്പൊ ജി സൺ ആണ് ആരുടെ? എന്നിന്റെ കേട്ടോ. അപ്പൊ എന്നെ മോളി വരും. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് നോക്കിയാൽ എന്താണ്? ലാസ്റ്റ് എക്സ്പ്രഷൻ എന്താ? എൻ ആൻഡ് ടി അല്ലേ. അപ്പൊ ആൻഡ് സിമ്പിൾ എവിടെയായിരുന്നു നോക്കിയേ? ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത്? എൻ ഇസ് ദ ബ്രദർ ഓഫ് ടി. ഓക്കെ, അപ്പൊ എൻ ആരാണ്? ടിയുടെ ബ്രദർ ആണ്. അപ്പൊ എന്നിന്റെ ജെൻഡർ മനസ്സിലായി, ടിയുടെ ജെൻഡർ അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. ഹൗ ഇസ് എം റിലേറ്റഡ് ടു എൻ? അപ്പൊ എം എന്നിന്റെ ആരായിരിക്കണം? ഓക്കെ, എൻ വരുന്നത് സെക്കൻഡ് ജനറേഷനിലാണ് അല്ലേ. ഒരു ജനറേഷൻ ഉണ്ട്, അതിന്റെ മുകളിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ആരായിരിക്കണം? നമ്മുടെ എം എന്നിന്റെ ആരായിരിക്കണം? ഗ്രാൻഡ് സൺ ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി നമുക്ക് പ്ലേസ് ചെയ്യാം, ഗ്രാൻഡ് സൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയ എക്സ്പ്രഷൻസ് ഓബ്വിയസ്ലി ഉണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം ചെയ്താൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ മീൻസ് എച്ച് ഇസ് ദ പെറ്റേണൽ ഗ്രാൻഡ് സൺ ഓഫ് പി. ഓക്കെ, ഈ ഒരു ഫോമാറ്റിലും ചോദിക്കുക. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട, നമുക്കൊരു റിലേഷൻ പറയുന്നുണ്ട്. എച്ച് ആരായിരിക്കണം? പിയുടെ ഗ്രാൻഡ് സൺ ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏത് എക്സ്പ്രഷനിലാണ് അത് കിട്ടുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്, നമ്മൾ ഓപ്ഷൻസ് ഒന്ന് യൂസ് ചെയ്യാം. നമുക്ക് ഓരോ ഓപ്ഷനായിട്ടൊന്ന് പോയി നോക്കാം. സോ എച്ച് പിയുടെ ഗ്രാൻഡ് സൺ ആണ് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നോക്കാം, പി പ്ലസ് കെ എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് ചെയ്യാം. പി പ്ലസ് കെ എന്താ? പി ഇസ് ദ ഫാദർ ഓഫ് കെ അല്ലേ. അപ്പോൾ പി ഫാദർ ആണ് ആരുടെ? കെയുടെ കേട്ടോ. പിന്നെ കെ പ്ലസ് ഡി തന്നെയാണ്. അപ്പോൾ കെ ഇസ് ദ ഫാദർ ഓഫ് ഡി എന്ന് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം അതും കിട്ടി അല്ലെ. അടുത്ത എന്താണെന്ന് നോക്കിയാൽ ഡി ഡിവൈഡഡ് ബൈ എച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? ഡി ഡിവൈഡഡ് ബൈ എച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? ഡി ഇസ് ദ സിസ്റ്റർ ഓഫ് എച്ച്. ഡി സിസ്റ്റർ ആണ് ആരുടെ? എച്ചിൻ്റെ കേട്ടോ. ഓക്കെ, അടുത്ത എന്താ? എച്ച് ഇൻറ്റു എം. എച്ച് ഇൻറ്റു എം എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ? എച്ച് ഇസ് ദ ബ്രദർ ഓഫ് എം കേട്ടോ. അപ്പോൾ എച്ച് എമ്മിൻ്റെ ബ്രദർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക. എച്ച് ഇസ് ദ പെറ്റേണൽ ഗ്രാൻഡ് സൺ ഓഫ് പി കിട്ടുമെന്ന് നോക്കിയേ. അപ്പം ഇവിടെ നമ്മൾ നോക്കി എച്ച് ഓക്കെ മെയിലാണ്. പെറ്റേണൽ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ആരായിരിക്കണം? മദറിൻ്റെ ഫാമിലിയുടെ റെസ്പെക്റ്റീവ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എച്ചിൻ്റെ പെറ്റേൺ എന്ന് പറയുമ്പോൾ ആരാ? ഫാദറിൻ്റെ ഫാമിലി ആയിരിക്കണം അല്ലേ. ഓക്കെ, ഇപ്പോൾ നോക്കി എച്ചിൻ്റെ ഫാദറാണ് കെ, കെയുടെ ഫാദറാണ് പി. സോ എച്ച് ഇസ് ദ പെറ്റേണൽ ഗ്രാൻഡ് സൺ ഓഫ് പി. അപ്പോൾ എന്താ? ശരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കിട്ടി ആ റിലേഷൻ. സോ നമ്മുടെ ആൻസർ ചെയ്ത ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ എ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ട് 2 ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത തേർഡ് പാർട്ടിൽ കാണാം. അപ്പോൾ തേർഡ് പാർട്ടിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. Veranda Race, Coaching Institute for Banking and Government Jobs.